ഫിറ്റ് ഷീറ്റ് ഓൺ വൺ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷീറ്റും ഒരു കംപ്ലീറ്റ് ഷീറ്റിനെയും കൂടെ ഒറ്റ പേജിലേക്ക് ആക്കാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു ഷീറ്റിൽ ഏതാണ്ട് 500ഓളം റോസുള്ള ഡേറ്റ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതെല്ലാം കൊള്ളിക്കണമെങ്കിൽ ലെറ്റേഴ്സ് ചെറുതാക്കിയേ പറ്റുള്ളൂ. നമ്മൾ പേപ്പറിൽ എഴുതുകയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ലെറ്റേഴ്സ് ചെറുതാക്കിയാൽ മാത്രമാണ് ഒരു പേജിൽ നമുക്ക് കൊള്ളുള്ളൂ ഇത്രയും കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ട് ഫിറ്റ് ഷീറ്റ് ഓൺ വൺ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ഷ്രിങ്ക് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് കറക്റ്റ് ഒരു പേജിലേക്ക് കൊള്ളിച്ച് തരും. നമസ്കാരം. എക്സലിൽ നിന്ന് ഒരു ഫയൽ പ്രിന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ ചിലപ്പോൾ വലിപ്പം കൂടി വരാം, ചിലപ്പം വലിപ്പം കുറഞ്ഞു വരാം. പക്ഷെ എക്സലിൽ തന്നെ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെ കുറേ ഫീച്ചേഴ്സ് എക്സലിൽ ഇൻബിൽട്ട് ആയിട്ട് ഉണ്ട്. പലരും അത് ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ പലരും അതിൻ്റെ ഒരു ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിലേക്കാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ പോകുന്നത്. അപ്പോൾ ഈ പ്രിന്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എക്സലിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് കൺട്രോൾ പി, അത് ഒരുവിധം എല്ലാവർക്കും അറിയാം. കൺട്രോൾ പി ആണ് നമുക്ക് പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ പ്രിന്റിങ്ങിൻ്റെ ആ ഒരു മെനുവിലേക്ക് പോകാൻ നമ്മൾ കൺട്രോൾ പി അടിച്ച് പോയി കഴിയുമ്പോൾ നമുക്കതിൻ്റെ നമ്മൾ എടുക്കാൻ പോകുന്ന പേജിൻ്റെ ഒരു പ്രിവ്യൂ പേജ് പ്രിവ്യൂ നമുക്കിവിടെ കാണാം. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാം, ഇതിലിപ്പോൾ ഈ ലൈൻസ് ഒന്നും കാണാനില്ല. ദർ ആർ നോ ലൈൻസ് അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെയൊക്കെ ഈ ലൈൻസ് ഉണ്ട് താനും. പക്ഷേ ഈ ലൈനുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹിഡൻ ലൈൻസ് ആണ്. ഇത് പ്രിന്റിൽ വരുന്ന ലൈനുകളല്ല. അത് വരണം എന്നുണ്ടെങ്കിൽ, പ്രിന്റിൽ ആ ബോർഡേഴ്സ് കറക്റ്റായിട്ട് ലൈനുകൾ വരണം എന്നുണ്ടെങ്കിൽ, ആ ഗ്രിഡ് ലൈൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്ത് തന്നെ വേണം. ബോർഡർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു ആദ്യത്തെ ഒരു സെഷനിൽ നമ്മൾ പഠിച്ചിരുന്നു. എങ്കിലും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ കൺട്രോൾ എ പ്രസ് ചെയ്യുന്നു, സോ ദാറ്റ് നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഹോം ടാബിലേക്ക് പോയതിന് ശേഷം ഈ ഫോണ്ട് ഗ്രൂപ്പിലെ ഈ ഒരു ബട്ടൺ, അതിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ബോർഡേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എല്ലാത്തിലും ബോർഡേഴ്സ് ഇവിടെ വരും. ഇനി പ്രിന്റ് പ്രിവ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റിലും എല്ലാത്തിലും ബോർഡേഴ്സ് വന്നതായിട്ട് കാണാം. ഇതാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പലരും ഈ ഒരു കാര്യത്തിൽ തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാറുണ്ട്, എങ്ങനെയാണ് ഈ ലൈനുകൾ വരിക എന്നുള്ള കാര്യത്തിൽ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പ്രിന്റിൻ്റെ ഈ മെനുവിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിന്റ് ആക്റ്റീവ് ഷീറ്റ്സ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിതിൽ പല ഷീറ്റുകളുണ്ട്. നമ്മുടെ ഈ ഫയലിൽ പല ഷീറ്റുകളുണ്ട്. എല്ലാ ഷീറ്റുകളും നമുക്ക് പ്രിന്റ് ചെയ്യണോ, അതോ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഷീറ്റ് മാത്രം പ്രിന്റ് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് ഈ ഒരു പർട്ടിക്കുലർ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻറ്റയർ വർക്ക് ബുക്ക് എന്ന് പറയാം. എൻറ്റയർ വർക്ക് ബുക്ക് ആണെങ്കിൽ കംപ്ലീറ്റ് പേജസും പ്രിന്റ് ആവും. പിന്നെ ഉള്ളത് കൊളേറ്റഡിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം, പ്രിന്റ് എങ്ങനെ വരണം എന്നുള്ളത് കൃത്യമായിട്ട് അത് വേർഡിലും ഒക്കെ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുവിധം അറിയാം. ഇതൊരു പുതിയൊരു കാര്യമല്ല. ഓറിയന്റേഷനും എഗെയിൻ പുതിയൊരു കാര്യമല്ല. നമുക്ക് പോർട്രേറ്റ് ഓറിയന്റേഷൻ ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഇത് പോർട്രേറ്റ് ഓറിയന്റേഷൻ ആണ്. നമുക്കത് ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റണമെങ്കിൽ ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റാം. നമ്മുടെ ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ട്, നമ്മുടെ ഡേറ്റ എങ്ങനെ വരണം എന്നുള്ളതിനനുസരിച്ചിട്ട് നമുക്ക് പോർട്രേറ്റോ ലാൻഡ്സ്കേപ്പോ സെലക്ട് ചെയ്യാം. പേജ് സൈസും അത്ര ഒരു പുതിയ ഒരു കാര്യമല്ല. കാരണം ഇതിൽ ലെറ്റർ എന്ന് പറയുന്നൊരു പേജ് സൈസിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമുക്കതിന് A4 ആക്കണമെങ്കിൽ A4 ആക്കാം. പല പേജ് സൈസസും ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഏത് പേജ് സൈസാണോ ആവശ്യം, നമ്മുടെ പേപ്പർ സൈസ് ഏതാണോ അതനുസരിച്ചിട്ട് പേജ് സൈസ് സെറ്റ് ചെയ്യാം. ഇത് പക്ഷേ വളരെ നിർബന്ധമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെറ്റർ സൈസിൽ നമ്മളിത് പ്രിന്റ് സെറ്റ് ചെയ്യുകയും നമ്മൾ പ്രിന്ററിൽ വെക്കാൻ പോകുന്നത് A4 പേജും ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചെറിയ ഡിഫറൻസസ് വന്നേക്കാം. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് പേജ് സൈസ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ ഓർമ്മിക്കുക. പിന്നീടുള്ളത് മാർജിൻസ് ആണ്. മാർജിൻസ് എന്ന് പറയുന്നത് ഈ വൈറ്റ് കളർ സ്പേസിനെയാണ് നമ്മൾ മാർജിൻസ് എന്ന് പറയുന്നത്. ഈ മാർജിൻസിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നോർമൽ മാർജിൻസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ വൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർജിൻസിൻ്റെ സൈസ് വളരെ കൂടുതലും കണ്ടന്റിൻ്റെ സൈസ് വളരെ കുറവുമാണ് വൈഡ്. അതേസമയം നമ്മൾ നാരോ മാർജിൻ എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. മാർജിൻസിൻ്റെ സൈസ് വളരെ കുറവാണ്, കണ്ടന്റ് പക്ഷേ ഇവിടം വരെ ഉള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇത്ര സ്പേസ് തോന്നുന്നതാണ്. അതർവൈസ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ നാരോ മാർജിനിലാണ് നിൽക്കുന്നത്. ഇതൊന്നും കൂടാതെ നമുക്ക് കസ്റ്റം മാർജിൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇതിലും എത്ര സെൻറ്റിമീറ്റർ മാർജിൻ വിടണം എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാം. അപ്പോൾ ടോപ്പിൽ എത്ര സെൻറ്റിമീറ്റർ വിടണം, ഹെഡർ എത്ര സെൻറ്റിമീറ്റർ വിടണം, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം, ഫൂട്ടർ, ഈ 6 സ്ഥലങ്ങളിലും എത്ര മാർജിൻ വിടണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് പറയാൻ പറ്റും. അതാണ് കസ്റ്റം മാർജിൻസിലേക്ക് പോയാലുള്ള ഗുണം. അടുത്തത് ഇവിടെ നോ സ്കെയിലിംഗ് എന്ന് കാണും.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പക്ഷേ എക്സലിലുള്ള ഒരു ടൂളാണ്. ഇപ്പം സ്കെയിലിംഗ് എന്ന് പറയുന്നത് ഫിറ്റ് ഷീറ്റ് ഓൺ വൺ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഷീറ്റും ഒരു കംപ്ലീറ്റ് ഷീറ്റിനെയും കൂടെ ഒറ്റ പേജിലേക്ക് ആക്കാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആ ഒരു ഷീറ്റിൽ ഏതാണ്ട് 500ഓളം റോസുള്ള ഡേറ്റ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതെല്ലാം കൊള്ളിക്കണമെങ്കിൽ ലെറ്റേഴ്സ് ചെറുതാക്കിയേ പറ്റുള്ളൂ. നമ്മൾ പേപ്പറിൽ എഴുതുകയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ലെറ്റേഴ്സ് ചെറുതാക്കിയാൽ മാത്രമാണ് ഒരു പേജിൽ നമുക്ക് കൊള്ളുള്ളൂ ഇത്രയും കണ്ടന്റ്. അപ്പോൾ അതുകൊണ്ട് ഫിറ്റ് ഷീറ്റ് ഓൺ വൺ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റർ ഷ്രിങ്ക് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഒരു കറക്റ്റ് ഒരു പേജിലേക്ക് കൊള്ളിച്ച് തരും. അതേപോലെ ഫിറ്റ് ഓൾ കോളംസ് ഓൺ വൺ പേജ്, അത് പക്ഷേ ഇപ്പോൾ ഓൾറെഡി എല്ലാ കോളംസും ഒരു പേജിലുണ്ട്. അതുകൊണ്ട് ഇതിന് ഈ ഒരു പേജിൽ അത് പ്രസക്തിയില്ല. പക്ഷേ ഒരുപാട് കോളംസിലുള്ള ഡേറ്റയാണ്. നിങ്ങൾക്ക് എല്ലാ കോളംസും ഒരു ഇതിൽ തന്നെ വരണം, ഒരു പേജിൽ തന്നെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ഓൾ കോളംസ് ഓൺ വൺ പേജ്. പക്ഷേ ഇത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് കോളംസ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ആദ്യം ലാൻഡ്സ്കേപ്പ് ആക്കി നോക്കുക, മാർജിൻസ് കുറച്ച് നോക്കുക. എന്നിട്ടും പറ്റിയിട്ടില്ലെങ്കിൽ ഇത് ചെയ്യാം. ഇത് ചെയ്താലും ഒരുപാട് കോളംസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റ ഷ്രിങ്ക് ആവുകയാണ് ചെയ്യുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഫിറ്റ് ഓൾ റോസ് ഓൺ വൺ പേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര റോസ് ഉണ്ടോ അത്രയും റോസ് ഒരു പേജിലേക്ക്, നേരത്തെ ഉണ്ടായിരുന്ന അതേ എഫക്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ഷീറ്റ് ഓൺ വൺ പേജ് എന്ന് പറയുന്ന അതേ എഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് സ്കെയിലിംഗ് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഈ പ്രിന്റ് ഫീച്ചേഴ്സിൽ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് പോരാതെ, ഇത് കൂടാതെ കുറേ കാര്യങ്ങൾ വെളിയിൽ വേറെ കുറേ ഫീച്ചേഴ്സായിട്ട് എക്സലിലുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ലെറ്റ്സ് ഗോ ടു പേജ് ലേഔട്ട്. പേജ് ലേഔട്ടിൽ നമ്മൾ നേരത്തെ കണ്ട മാർജിൻസും ഓറിയന്റേഷനും സൈസും ഒക്കെ ഉണ്ട്. പിന്നെ ദർ ഇസ് സംതിങ് കോൾഡ് പ്രിന്റ് ഏരിയ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എനിക്ക് ഇത്രയും ഡാറ്റ മാത്രം പ്രിന്റ് ചെയ്താൽ മതി, ഇത്രയും ഡാറ്റ മാത്രം പ്രിന്റ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അത്രയും ഡാറ്റ സെലക്ട് ചെയ്തിട്ട് ഗോ ടു പ്രിന്റ് ഏരിയ, അതിൽ സെറ്റ് പ്രിന്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും ഭാഗം മാത്രമേ പ്രിന്റ് വരുള്ളൂ. നമുക്ക് പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കാം. ഇപ്പോൾ നോക്കിക്കോളൂ, ഈ ഓർഡർ 113 വരെയുള്ള ഓർഡേഴ്സ് മാത്രമാണ് പ്രിന്റ് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് സെറ്റ് പ്രിന്റ് ഏരിയ. ഇനി അത് എപ്പോഴെങ്കിലും ക്ലിയർ ചെയ്യണം, നമുക്ക് തിരിച്ചെല്ലാം പ്രിന്റ് ആവണം എന്നുണ്ടെങ്കിൽ ക്ലിയർ പ്രിന്റ് ഏരിയ കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ ആ പ്രിന്റ് ഏരിയ സെറ്റിംഗ് നമ്മൾ എടുത്ത് കളഞ്ഞു. അതാണ് പ്രിന്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ബ്രേക്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു ഡാറ്റ കഴിഞ്ഞാൽ, ഈ 17ാമത്തെ റോയിലെ ഡാറ്റ കഴിഞ്ഞാൽ എനിക്ക് പേജ് ബ്രേക്ക് വരണം. ഇവിടെ പേജ് ബ്രേക്ക് ഇവിടെ നിന്ന് മുതൽ അടുത്ത പേജിലേക്കാണ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓർഡർ 116 കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. ബ്രേക്സ് എന്നുള്ളതിൽ കൊടുക്കുന്നു, ഞാൻ ഇൻസേർട്ട് പേജ് ബ്രേക്ക് കൊടുക്കുന്നു. ലെറ്റ് us see നൗ ഞാൻ പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കുന്നു. ഓർഡർ 115 വരെ, അതായത് ഓർഡർ 116 മുതൽ പുതിയ പേജിലേക്ക് വന്നു. 115 വരെ ഫസ്റ്റ് പേജിലേക്ക് വന്നു. നമ്മൾ അടുത്ത പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് 116 വന്നിട്ടുള്ളത്. അപ്പം ആ രീതിയിൽ നമുക്ക് പേജ് എവിടെ ബ്രേക്ക് ആവണം എന്നുള്ളത് തീരുമാനിക്കാൻ നമുക്ക് പറ്റും. അതാണ് എക്സലിലെ മറ്റൊരു വലിയൊരു ഗുണം എന്ന് പറയുന്നത്. ഇനി വേറൊരു ടൂൾ എന്ന് പറയുന്നത്, നമ്മൾ വീണ്ടും ഞാൻ പ്രിന്റ് പ്രിവ്യൂ എടുക്കുന്നു. ഇതിൽ ഹെഡിങ്സ്, ഫസ്റ്റ് പേജിൽ ഹെഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. ഓർഡർ ID, ഓർഡർ ഡേറ്റ്, സ്റ്റേറ്റ്, സിറ്റി, കാറ്റഗറി എല്ലാം ഫസ്റ്റ് പേജിൽ വരുന്നുണ്ട്. പക്ഷേ സബ്സിക്വൻറ്റ് പേജസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹെഡിങ്സ് ഒന്നും കാണാനില്ല, ഹെഡിങ്ങുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ, ഇത് ഓർഡർ ID ആയിരിക്കാം, ഇത് ഓർഡർ ഡേറ്റ് ആയിരിക്കാം, ഇത് സ്റ്റേറ്റ് ആയിരിക്കാം എന്നുള്ളത് ഊഹിക്കാനേ പറ്റുള്ളൂ. നേരെ മറിച്ച് എല്ലാ പേജിലും എനിക്ക് ആ ഹെഡിങ് വരണം എന്ന് വിചാരിക്കാം. നമ്മൾ മാനുവലി പോയിട്ട് ഓരോ പേജിൻ്റെ ബ്രേക്ക് എവിടെയാണോ വരുന്നത് അവിടെ പോയി ഈ ഒരു ഹെഡിങ് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. വളരെ എളുപ്പത്തിൽ എല്ലാ പേജിലും ഹെഡിങ് വരുന്ന രീതിയിൽ ഒരു ടൂള് നമുക്ക് എക്സലിലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ സംതിങ് കോൾഡ് പ്രിന്റ് ടൈറ്റിൽസ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ്, റോസ് ടു റിപ്പീറ്റ് അറ്റ് ടോപ്പ് എന്നുള്ളതിൻ്റെ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് റോയിലാണോ ഹെഡിങ്സ് വരുന്നത്, എനിക്ക് ഹെഡിങ്സ് വരുന്നത് ഈ റോ നമ്പർ 1 ആണ്. അപ്പം ഞാൻ 1ൽ ഞാൻ ജസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ 1 to 1 എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്, $1 to $1. അത് നോക്കണ്ട, അത് എന്താ അവിടെ വരുന്നത് എന്നുള്ളത് നോക്കണ്ട. പക്ഷേ യു മേക്ക് ഷുവർ യു ആർ ജസ്റ്റ് സെലക്ടിങ് ദി കറക്റ്റ് റോ, കറക്റ്റായിട്ടുള്ള റോ സെലക്ട് ചെയ്യുന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുക. ഇനി നമുക്ക് വീണ്ടും പ്രിന്റ് പ്രിവ്യൂ എടുത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പേജിൽ ഈ ഓർഡർ ID കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സെക്കൻഡ് പേജിലും ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുണ്ട്. തേർഡ് പേജിലും ഇതെല്ലാം റിപ്പീറ്റഡ്. അപ്പോൾ ഇതിൽ 12 പേജ് ഉണ്ട്. 12 പേജിലും ഈ ഹെഡിങ്സ് റിപ്പീറ്റഡ് ആയിക്കോളും. അതാണ് ഈ റോസ് ടു റിപ്പീറ്റഡ് ടോപ്പ് എന്ന് പറയുന്നത്. ഈ പ്രിന്റ് ടൈറ്റിൽസിൽ റോസ് ടു റിപ്പീറ്റഡ് ടോപ്പിൽ വരുന്നത്. ഇനി
ഇത് കൂടാതെ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് പേജ് ബ്രേക്ക് പ്രിവ്യൂ. അപ്പോൾ എവിടെയൊക്കെ പേജ് ബ്രേക്ക് വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പേജ് ബ്രേക്ക് നമ്മൾ നേരത്തെ ഇൻസേർട്ട് പേജ് ബ്രേക്കിൽ പോയിട്ട് ചെയ്തതിന് പകരം ഇവിടെ നിന്നും വേണമെങ്കിൽ എനിക്ക് മാനുവലി മാറ്റാം. അപ്പോൾ ഇവിടെ ഞാനൊന്ന് കുറച്ചൊന്ന് താഴത്തേക്ക് വലിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ ഇവിടം വരെയായി ഇപ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദിസ് ഇസ് പേജ് നമ്പർ 1 ഇവിടെ എഴുതിയിട്ടുണ്ട്. പേജ് നമ്പർ 1 എന്ന് നമുക്ക് കാണാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. തിരിച്ച് വീണ്ടും ഞാൻ നോർമൽ വ്യൂവിലേക്ക് പോകുന്നു. ഇനി നമ്മൾ വേർഡിൽ MS വേർഡൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. എല്ലാ പേജസിലും ഹെഡേഴ്സും ഫൂട്ടേഴ്സും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എക്സലിൽ നമ്മൾ എങ്ങനെയാണ് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ നമുക്ക് എഗെയിൻ ഗോ ടു ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ഓൺ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഇത് വരും. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഓക്കെ. ഓക്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഹെഡറിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എല്ലാ പേജിൻ്റെയും ടോപ്പ് ലെഫ്റ്റിൽ എന്തെങ്കിലും വരണമെങ്കിൽ നമുക്ക് ഇത് ഇവിടെ കൊടുക്കാം. സെൻറ്ററിൽ വരണമെങ്കിൽ അതിവിടെ കൊടുക്കാം. ഇപ്പുറത്ത് റൈറ്റ് സൈഡിൽ വരണമെങ്കിൽ അതിവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഹെഡറിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഓർഡർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ആണ്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി അടുത്തത് എനിക്ക് വേണ്ടത് ഫൂട്ടറിലാണ്. അപ്പോൾ ഫൂട്ടറിലേക്ക് ആകുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ നമുക്ക് ഗോ ടു ഫൂട്ടർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഈ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ടാബിനകത്തായിരിക്കും ഉണ്ടാവുക. ക്ലിക്ക് ഓൺ ഹെഡർ ആൻഡ് ഫൂട്ടർ, ക്ലിക്ക് ഓൺ ഗോ ടു ഫൂട്ടർ. ഇവിടെ ഈ ഫൂട്ടറിൽ നമുക്ക് ഇതിൻ്റെ പേജ് നമ്പർ കൊടുക്കണം എന്ന് വിചാരിക്കാം. ഇതിൻ്റെ പേജ് നമ്പർ ഓട്ടോമാറ്റിക്കലി എല്ലാ പേജസിലും ഇൻക്രിമെൻ്റ് ആയി വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യു ക്യാൻ ക്ലിക്ക് ഓൺ പേജ് നമ്പർ. ഇവിടെ പേജ് നമ്പർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ പേജ് നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നോളും. ഇനി ആ പേജ് നമ്പറിൽ തന്നെ വേറൊരു ഓപ്ഷനും കൂടി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൂട്ടർ എന്നുള്ളതിൻ്റെ ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് സംതിങ് കോൾഡ് പേജ് 1 ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ പേജ് 1 ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. പേജ് 1 ഓഫ് 12, അതായത് ടോട്ടൽ പേജസ് എത്രയുണ്ടോ അത് ഇവിടെ ലാസ്റ്റ് പറയും. അപ്പോൾ അടുത്ത പേജ് എന്ന് പറയുന്നത് പേജ് 2 ഓഫ് 12 ആയിരിക്കും. അടുത്ത പേജ് എന്ന് പറയുന്നത് പേജ് 3 ഓഫ് 12 ആയിരിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻ്റ് ആയിക്കോളും. അതാണ് പേജ് 1 ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് ഈ ഫൂട്ടറിൻ്റെ കീഴിലാണ് അതെല്ലാം വരിക. ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സിൻ്റെ ഉള്ളിൽ ഫൂട്ടറിൻ്റെ കീഴിലാണ് അത്തരം കാര്യങ്ങളൊക്കെ വരിക. ഇതാണ് നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് തിരിച്ച് ഇതിൻ്റെ നോർമൽ വ്യൂവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഡേറ്റയുടെ നമ്മുടെ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സിൻ്റെ ഉള്ളിലല്ലാതെ വെളിയിൽ ഏതെങ്കിലും സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗോ ടു വ്യൂ, അതിൽ നോർമൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഇതിലേക്ക് വന്നു. ഈ നോർമൽ വ്യൂയിലേക്ക് വരുമ്പോൾ ഈ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് നോർമലി അവിടെ കാണില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് അവിടെ നിന്ന് പോയി എന്നുള്ളതല്ല, നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ മാത്രമാണ് ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് പ്രിന്റ് എടുക്കുമ്പോൾ പ്രിന്റ് പ്രിവ്യൂവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഹെഡിങ്ങും വരുന്നുണ്ട്. ഇവിടെ താഴെ പേജ് 1 ഓഫ് 12, അടുത്തതിൽ പേജ് 2 ഓഫ് 12 ഹെഡിങ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയാണോ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടേഴ്സ് സെറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അവിടെ തന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് വന്നോളും. ഓരോന്നിനും നമ്മൾ പോയിരുന്ന പേജ് നമ്പർ സെറ്റ് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിന്റിംഗ് ഫീച്ചേഴ്സ് ആയിട്ട് എക്സലിൽ പറയാൻ പറ്റുന്നത്. മറ്റുള്ള ടൂളുകളിൽ നിന്ന് നമ്മുടെ വേർഡിലൊക്കെ പ്രിന്റിങ്ങിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് എക്സലിൽ പ്രിന്റിങ്. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും ഇത്തരം ടൂളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ പ്രിന്റിംഗ് ചെയ്യാനായിട്ട്. അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.